പുലിസെറി പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ്. നിങ്ങൾ ഇന്ന് വരെ കഴിച്ചിട്ടില്ലാത്ത നമ്മുടെ തൈരും കടലമാവും കൊണ്ടുള്ള ഒരു അടിപൊളി ഒഴിച്ചുകറി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ചേരുവകൾ എന്താണെന്ന് നോക്കാം. 1.5 കപ്പ് തൈര്, കടലമാവ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, മുളക് പൊടി, കായം, ഉലുവ, ജീരകം, പെരിഞ്ജീരകം, കടുക്, വെളിച്ചെണ്ണ, കറിവേപ്പില. അപ്പോൾ നമുക്ക് പാത്രത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുക. തൈര് നല്ല രീതിയിൽ നമുക്ക് സ്മൂത്താക്കി എടുക്കണം, അടിച്ചെടുക്കണം. നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സ്പൂൺ നമുക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 1/2 സ്പൂണ്, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി നമുക്ക് എത്രത്തോളം മഞ്ഞ കളർ വേണമെന്നുള്ള നേരത്തെ നല്ല രീതിയിൽ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. നമുക്കെല്ലാം കൂടെ നല്ല കട്ട ഇട്ടാതെ മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നമ്മളെ ചീഞ്ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ കടുക്, ഉലുവ, പെരിഞ്ജീരകം, ജീരകം ഇത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇത് ചേർക്കാനായിട്ട്. അപ്പോൾ കടുക് പൊട്ടി തീർന്നുകൊണ്ടേ നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മുളക് അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ മിക്സ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഐറ്റം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് കുറുവും. നമ്മൾ കടലമാവ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ചൂടാവുന്നതിനനുസരിച്ച് ചെറുതായിട്ട് കുറുകി വരും. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ചെറിയ സംശയം വരും, തൈര് ചേർക്കുന്നതുകൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നൊന്നും. ഇതിനകത്ത് പിരിഞ്ഞൊന്നും പോകത്തില്ല, അങ്ങനെ ആരും പേടിക്കണ്ട. നമ്മുടെ ഒഴിച്ചെടുത്ത തിളച്ച് വരുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കട്ടെ. കറി ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതാ നമ്മളൊരു 5-10 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. കറിയൊക്കെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ നമുക്ക് കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ്. അപ്പം ഒരൊറ്റ കറി മതി ചോറുണ്ണാൻ. നല്ല എരി എന്ന് പറഞ്ഞാൽ എരിയുണ്ട്, അത്യാവശ്യത്തിന് പുളിപ്പുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു ചോറുണ്ണാനായിട്ട് ഇത് മതി, ഈ ഐറ്റം മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.